ശരിക്കപ്പുറത്ത് വിശാലമായൊരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാളിങ്ങനെ പല വിഡ്ഢിത്തരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ എന്നാ ബുദ്ധി. ഡിങ്കി ഡിങ്ക. വരേ വരേ. എന്താ? ടെലിഗ്രാം ഡൽഹിന്ന് CS-ന്റെ ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം 16-ാം തീയതി എന്ന് പറയുമ്പോ പിന്നെ എത്തിയില്ലേ? ഇന്ന് 10-ആയി. നാളെ തന്നെ പുറപ്പെടണ്ടേ? താനിപ്പോ തന്നെ വിട്ടോളൂ. തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി 2 ടിക്കറ്റ് ശരിയാക്ക. തന്റെ കൂടെ ഇവളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്തെ ലോകം കണ്ടില്ലാത്ത കക്ഷിയാ. 2 ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ലെന്നോ? ഞാനോ? ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? അത് ബോറാ. എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട. പിന്നല്ലാതെ. വാശി പിടിക്കല്ലേ, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ. ആവശ്യമുണ്ട്. എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനും എളുപ്പം ഇറങ്ങി വരേ. ഞാൻ റെഡിയല്ലേ? എന്താ ഒരാലോചന? ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി. ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം. ഞാനതിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക. വിഡ്ഢിത്തരം പറയരുത്. ആ ആവേശമാണ് പ്രാണവായു പോലെ കൂടെ വേണ്ടത്. പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം. അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാലോ. ഇത്ര അടുത്തില്ലേ? ഞാൻ കഴുത്ത് കുനിക്കുന്നു, ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു, കഴിഞ്ഞു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി മംഗളവാദ്യം ഉണ്ടാവും. ഭാനു, അബദ്ധം പറയരുത്. അബദ്ധമല്ല, മനസ്സിൽ എന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. നടക്കില്ല, നടക്കാൻ പാടില്ല. ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും? എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി. എന്ന് ഞാനാ പറയേണ്ടത്. നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെയുണ്ട് ഒരുപാട് കാരണങ്ങൾ. എനിക്കതിനു മാത്രമുള്ള വിലയില്ല. അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. എന്റെ ജന്മം തന്നെ. അരുത്, ഒന്നും പറയരുത്. അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി, അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ആ വിഷയം അവസാനിപ്പിക്കാം. എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. കുട്ടിയുടെ നന്മയെ കരുതിയാവും. ആ നന്മ എനിക്ക് വേണ്ട. ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവകാശം
ഞാൻ കൊതിക്കുന്നുള്ളൂ. മോളെ, നീ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ്. പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യരമ്മാവ. ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കുന്നതിൽ എളുപ്പം മരിക്കുന്നത്. ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു നേരം പോക്ക് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത ഒരു വിഡ്ഢിത്തം. നീല, ഒന്നിങ്ങോട്ട് നോക്കുക. ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഏതിരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല. എന്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? ഭാര്യരെ വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. മനസ്സിടറി. അതാ കാല്. പുണ്യമാണ് നീ, കോടി പുണ്യം. മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും, മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. മോളെ. ബാനുജി, ഇന്ന് രാവിലെ എന്റെ കല്യാണമായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട്. ചേച്ചി വന്നൊന്ന് കാണാൻ കൂടെ സമ്മതിച്ചില്ല. ചേച്ചി ആഗ്രഹിച്ച അച്യുതേട്ടൻ എന്തൊരു വെട്ടിയാ. മൂപ്പർക്ക് എന്തുകൊണ്ടും ചേരുക ഞാനാന്ന് ഓർക്കണ്ടായിരുന്നു. മോളെ, അച്ഛന് സമാധാനായി. ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. പോരെങ്കിൽ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്തുന്ന എന്റെ അന്തസ്സും. നിനക്കിഷ്ടമല്ലാതെ ഇഷ്ടവും ഇഷ്ടക്കേടും എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെയൊക്കെ ഉണ്ടോ? കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതല്ലാണ്ട്. ഭാരതി ചേച്ചി വിളിക്കണം. മോളെ, എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോ എന്നെ അറിയിക്കാൻ മറക്കരുതേ ചേച്ചി. അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ. എന്റെ അനിയത്തി. അരുത്, കരയരുത്. ചെല്ലു, ഒരുക്കങ്ങളെല്ലാം തീർക്കണ്ടേ? മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം, അതേ പാടുള്ളൂ. എനിക്ക് അച്ഛനെ ചെന്നൊന്ന് കാണണം. ശാപം ഏൽക്കാതിരിക്കാൻ ആ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം.
കാണുന്നതേ ചതുർത്ഥിയായിരിക്കും എന്നറിയാം. എന്നാലും എന്നാ വേഗം വേണം, സമയമില്ല. എനിക്ക് ഇത്തിരി ധൃതി കൂടുതലുണ്ടല്ലേ, ഒരു എക്സൈറ്റ്മെന്റ്. ചെല്ലേ. ഞാൻ പറയായിരുന്നേ, ഒരു കണക്കിന് ഈ അന്നദാനം നന്നായത്. ഒരു വിവാഹ സദ്യ എന്നൊക്കെ പറയുമ്പോ എന്താ ചെലവ്? പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലോ. ആരെയും വിളിക്കാനും പറയാനും ഒന്നും പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോഴേ എനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണം കാണാൻ പറ്റിയില്ല. അതിന്റെ പേര് കിട്ടുന്ന ഒരു പിടി ചോറ്, അത് ഞാൻ തിന്നോട്ടെ അച്ഛൻ. അച്ഛന് വെറുപ്പാണെന്നറിയാം. യാത്ര പറയാനും അനുഗ്രഹം വാങ്ങാനുമാണ് ഞാൻ വന്നത്. ഞാനിന്ന് പോവാണ്. അച്ഛൻ മറന്നു കഴിഞ്ഞ ആ പഴയ സ്വപ്നം ശപിക്കരുത് അച്ഛൻ. അച്ഛന്റെ ഭാനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛനൊന്നും മറന്നതല്ല മോളെ. വിധി അച്ഛനെയും മോളെയൊക്കെ മാറ്റിയതാ. ശപിക്കാൻ അച്ഛന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കുട്ടിക്ക്? എന്തൊക്കെയോ മറന്ന പോലെയുണ്ട്. ഇടിപിടിന്നുള്ള യാത്രയായി പോയില്ലേ? എന്ത് മറക്കാൻ, എല്ലാം മറക്കാനല്ലേ ഈ യാത്ര. ഭാനുവിനെ കാണുന്നില്ലല്ലോ. എന്താ ഭാരതി ഭാനു കാണിച്ചത്? വണ്ടി മിസ്സാവുമല്ലോ. എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? നീല, അല്ലേ? ശേഖര, ഭാനുമതി, അവളെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യാൻ? അത്തരത്തിലൊരു ഊച്ചാളി അല്ലടാ ശേഖരൻ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അവളെവിടെ? ധൃതി വെക്കാതെ അവൾ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം, അന്ന് നാലുപാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ. ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു. എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ശേഖര, ഞാൻ എന്തും തരാൻ തയ്യാറാണ്. നീ എനിക്ക് ഒന്നും തരണ്ട. ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാ മതി. ഈ പുരുഷാരം നോക്കി നിൽക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവുക. പട്ടിയെ തല്ലും പോലെ. തിരിച്ച് നീ കൈ പൊക്കരുത്. പൊക്കിയാൽ വെടിമരുന്ന് പോലെ കത്തും. അവളുടെ കരച്ചില് പോലും പിന്നെ നീ കേൾക്കില്ല. നീലകണ്ഠനെ ശേഖരൻ ജയിക്കുന്നതിന് ഈ ആളുകൾ മുഴുവൻ സാക്ഷിയാവണം. എന്നാലേ എന്റെ കലി തീരൂ.
ശര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക.